കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടെന്ന് പറയുന്ന സ്ഥലത്തുള്ള നിത്യാനന്ദ ആശ്രമമാണ്. പ്രവേശന കവാടമാണ് ഈ കാണിച്ചത്. അത് ചെങ്കല്ലിൽ നിർമ്മിച്ചതാണ് കേട്ടോ. വളരെ വലിയൊരു പ്രവേശന കവാടമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കടന്ന് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ വലിയ വിശാലമായ ഒരു ഗ്രൗണ്ട് കാണാം. ഈ ഗ്രൗണ്ടിൽ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ധ്യാനത്തിനിരിക്കാനും അതുപോലെ തന്നെ കുറച്ച് നേരം ശാന്തതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ആൾക്കാർ ആ സൈഡിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് പോകുന്നത് ഇവിടുത്തെ ആ ഗുരുവിൻ്റെ ഒരു ക്ഷേത്രം രൂപത്തിലുള്ള ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് വടക്കേന്ത്യയിലെ ക്ഷേത്രങ്ങളോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. കയറുന്ന ചെല്ലുമ്പോഴത്തേന് കണ്ടില്ലേ, നീല കളറിലെ ഗോപുരവും താഴെ മാർബിളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ രീതിയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിരുന്നു കേട്ടോ അവിടെ കാണാൻ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വല്ലാത്തൊരു ശാന്തത ഉണ്ടായിരുന്നു അവിടെ. അധികം ആളുകളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാര്യം വൈകുന്നേര സമയത്താണ് ഞങ്ങൾ പോയത്. അവിടെ വൃത്തിയാക്കലും ഒക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ തൂണുകളൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായിട്ടാണ് ആ തൂണുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തൂണുകളുടെ ഓരോ തൂണുകളുടെയും മുകളിൽ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പയ്യെ അവിടെ ചെന്നു. ഇതാണ് കാണുന്നതാണ് ഗുരുവിൻ്റെ ആ ഒരു വിഗ്രഹമാണ് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രസാദത്തിൻ്റെ രൂപത്തിൽ തരുന്നത് നാരങ്ങ മിഠായിയാണ്. നാരങ്ങ മിഠായി ഇങ്ങനെ കുപ്പിയിലെടുത്തിട്ട് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് പറയും ഇഷ്ടമുള്ളതുപോലെ എടുത്തോളാനെന്ന് പറഞ്ഞിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ആ ഗുരുവിൻ്റെ ഒരു വിഗ്രഹമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ ഗുരുവിൻ്റെ ഒരു പൂജയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന ഒരു സ്വാമിയാണത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, തൂണിലൊക്കെ ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ, ഓരോ തൂണിലും ഇങ്ങനെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തതയാണ്. കാര്യം ഒരുപാട് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ല ഒരു ആശ്രമം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ സ്വാമിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഈ ഗുരുവിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്, ഈ ഗുരു ഒരു നദിയുടെ തീരത്ത് നിന്ന് അലക്കുകാരായ ഉണ്ണിയമ്മയ്ക്കും ചാത്തു എന്ന് പറയുന്ന ഒരാൾക്കും ഈ സ്വാമിയെ ഇവിടുന്ന് കിട്ടിയതാണ്, ഒരു നദിയുടെ തീരത്ത് നിന്ന്. അങ്ങനെ അവരെ സ്വാമിയെ വളർത്തി അതിനുശേഷം അവരുടെ മരണശേഷം സ്വാമി പിന്നിങ്ങനെ സന്യാസ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ ഹിമാലയത്തിലേക്കൊക്കെ തപസ്സിനൊക്കെ ആയിട്ട് പോയി എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ 4 വശത്തോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. പുറകുവശത്തോട്ടൊക്കെ ഇങ്ങനെ പാടങ്ങളും വയലുകൾ എന്ന് പറയും കേട്ടോ. പാടങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. വയലെന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടുഭാഷയിൽ ഞാൻ പെട്ടെന്ന് പാടങ്ങളെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വയലുകളും അങ്ങനെ ഒരു ചെറിയൊരു കുളവും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ താഴെ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ആ സ്വാമിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ സ്വാമി കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഗുരു ഇങ്ങനെ തപസ് ചെയ്യാൻ പോയതും പിന്നെ അവിടുന്ന് തിരിച്ചു വന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ഇതിന് ആ ഒരു സൈഡിലായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിലൊരു ബിൽഡിങ് കാണാം. ഈ ബിൽഡിങ്ങിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ സ്വാമിയുടെ ചെറുപ്പം മുതലുള്ള പല തരത്തിലുള്ള ഫോട്ടോകൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളാണ് അവിടെ ആ ഭിത്തി മുഴുവനും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഈ ബിൽഡിങ്. അതിൻ്റെ നടുക്കായിട്ട് സ്വാമിയുടെ ഒരു വിഗ്രഹം ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പഴയ ഹാർമോണിയം അങ്ങനെ എന്തൊക്കെയോ സൗണ്ടിൻ്റെ കുറച്ച് ഉപകരണങ്ങളൊക്കെ, അതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ ഉപകരണങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീഡിയോ എടുക്കുന്നത് അലൗഡ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ചോദിക്കാൻ അത് വിട്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങളുടെ ഒന്നും വീഡിയോ ഞങ്ങളധികം എടുത്തിട്ടില്ല. ഈ ഫോട്ടോസും പിന്നെ ഒരു ഹാർമോണിയത്തിൻ്റെ വീഡിയോയും മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. അതിൻ്റെ താഴെയായിട്ട് വേറെ എന്തൊക്കെയോ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഭിത്തിയിൽ ഇങ്ങനെ 4 വശവും നോക്കിക്കഴിഞ്ഞാൽ പല പല സ്വാമി ഓരോരുത്തരത്ത് പോയതും ഓരോരുത്തരെ സന്ദർശിച്ചതും അങ്ങനെയുള്ള പല പല ഫോട്ടോകൾ ഇങ്ങനെ അവിടെ എല്ലാം 4 വശത്തുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാമി ഇങ്ങനെ അവിടുത്തെ ആ സ്വാമി എനിക്ക് പറഞ്ഞു തന്നതനുസരിച്ച് ആ സ്വാമി ഇങ്ങനെ ഇവിടുന്ന് ധ്യാനത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. ഇവിടെ താമസിച്ചിട്ട് പിന്നെ അവസാന നിമിഷം ആയപ്പോഴത്തേനും അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോയെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സമാധി അവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സമാധി, ഇവിടെ ഇതിനകത്തായിട്ട് ഗുരുവനം എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ സമാധി ആവണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹം അവിടെ പോയെന്നും അവിടെ സമാധി ആയെന്നുമാണ് എനിക്കറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ അകമെല്ലാം കണ്ടതിന് ശേഷം വെളിയിൽ വന്നു. വീണ്ടും കുറച്ച് നേരം സ്വാമിയോട് സംസാരിച്ചു. അതിനുശേഷം എന്താ വീണ്ടും മുകളിൽ നിന്ന് ഞങ്ങൾ കുറേ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു അതിൻ്റെ മുകളിൽ നിന്ന്. അവിടുന്ന് നമ്മൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ആ ബിൽഡിങ് അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഉച്ച സമയത്ത് അവിടെ ചെല്ലുന്നവർക്ക് അവിടെ ആഹാരമുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ പോയത്. അപ്പോൾ ആഹാരം എന്നും ഉള്ളതാണ് കേട്ടോ. എന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് അവിടെ ആഹാരം കിട്ടും. അപ്പോൾ അതിനുശേഷം എന്താ ഇവിടെയും സ്വാമിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൂജയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ കുറേ സ്ഥലത്തൊന്നും നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാനായിട്ട് അവർ അനുവാദം തന്നിട്ടില്ല. എങ്കിലും ഇതൊക്കെ നമ്മൾ ദൂരെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചാണ്. ഇവിടെയും മൂർത്തിയായിട്ട് ഒരു നല്ല ഒരു വിഗ്രഹമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയും വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം ഞങ്ങളിത് അവരുടെ സൈഡിൽ തന്നെ വേറെ ഒരു മുറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുറിയുടെ വാതിക്കൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ വാതിക്കൽ ഒരു പട്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു പേടിച്ചിട്ട്. അതിനിടയ്ക്ക് പറയേണ്ട ആ ബിൽഡിംഗ് കണ്ടില്ലേ, അത് ഇവിടെ വരുന്ന സന്യാസിമാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പുറത്തു നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മുറിയുടെ വാതിക്കൽ കണ്ടില്ലേ ഒരു പട്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ട് ഈ പട്ടി അവിടുന്ന് മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അത് എഴുന്നേറ്റ് മാറി തന്നു. ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അകത്തോട്ട്. അതിനുശേഷം ഞങ്ങളിത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തും സ്വാമിയുടെ കുറേ ഫോട്ടോകളും സ്വാമിയുടെ കട്ടിൽ അങ്ങനെ ഈ ഗുരു ഉപയോഗിച്ചിരുന്ന പല പല സാധനങ്ങൾ ഈ റൂമിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ റൂമിലെന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെയും അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഗുരുക്കന്മാരുടെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഈ റൂമിൽ അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിലിതാ ഈ കണ്ണാടി ചില്ല് പോലെ ഇട്ടിരിക്കുന്നതിനകത്ത് സ്വാമി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ടോർച്ച്, അതുപോലെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ശേഷം വന്ന സ്വാമിമാരുടെ ഫോട്ടോസൊക്കെ ആ ഭിത്തിയിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്വാമിയെ പോലെ ഒരാളിരുന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട്. അതെന്ന് വെച്ചാൽ സ്വാമിയെ മാത്രമല്ല എല്ലാ ദൈവങ്ങളെയും ഉണ്ട് കേട്ടോ. ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടൊക്കെയാണ് പാടുന്നത്. അപ്പോൾ ഇത് ആ ഗുരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ കണ്ണാടിക്കൂടിൻ്റെ അകത്തിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ സ്വാമിയാണ് കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേ ഈ സ്വാമി അവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാമി ഉപയോഗിച്ച കട്ടിൽ അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയതായി ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി കേട്ടോ. ഇവിടെയൊക്കെ ഒരു വല്ലാത്തൊരു ശാന്തിയായിരുന്നു, വല്ലാത്തൊരു ശാന്തി എന്ന് വെച്ചാൽ ഈ ഒരു റൂമിൻ്റെ അകത്തൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് വന്നവരൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇവിടെ ഒരു ബഹളവോ അനക്കോ ഒന്നുമില്ല. എവിടെ നോക്കിയാലും ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ശാന്തതയോടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ നല്ല ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. മനസ്സിനൊരു സമാധാനവും നമുക്കൊരു ഇച്ചിരി നേരം ഫ്രീ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതിനുശേഷം ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഗുഹയും കൂടിയുണ്ട്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുകളിലോട്ട് കയറിയില്ലേ, ഈ അമ്പലത്തിൻ്റെ താഴെയായിട്ട് ഇതാണ്ട് ആ ഭിത്തി കാണുന്നില്ലേ, അതിൻ്റെ ആ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോയത്. ഈ കാണുന്നത് ഒരു ഗുഹയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്ക് കയറാൻ പറ്റും. ഇതിനകത്തും ആൾക്കാരൊക്കെ വന്നിങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ ചെന്ന സമയം ഇത് അടച്ചത് കൊണ്ട് നമുക്ക് കയറാനും പറ്റിയില്ല. കയറിയിരുന്നെങ്കിലും അതിനകത്ത് വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം പുറത്തു നിന്നെല്ലാം വീഡിയോ എടുത്തിട്ട് നമ്മൾ പുറത്ത് വന്നു. ഇതാണ് കണ്ടോ പ്രവേശന കവാടമാണ്. അങ്ങോട്ട് കയറിയപ്പോൾ ഇത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും മുകളിൽ നിന്ന് നമ്മൾ കണ്ടില്ലേ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കണ്ടോ വയലും വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ റോഡിൻ്റെ അതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കപ്പോൾ ഒരു കാര്യം കാണാൻ പറ്റുന്നത് ഒരു ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഗുഹയാണ്. ഈ ഗുഹയിലും ഇങ്ങനെ പല പല അറകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കാട് കയറിയിട്ടൊക്കെയാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് പല പല അറകളായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ധ്യാനത്തിനിരിക്കാനായിട്ട് നിർമ്മിച്ചതായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.